പിന്നെ ആരെ ഫോളോ ചെയ്യണം ആരെ അൺഫോളോ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നതും ഞാനാണ്. കാരണം എനിക്ക് ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. നമ്മൾക്കറിയാലോ ഗൈസ്, പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുൾ ഹെയർ ഒക്കെ നല്ല വൃത്തിക്ക് ഒതുക്കി വെച്ചിട്ടാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ വൃത്തിക്ക് ഒതുക്കി വെച്ച് തന്നെയാണ് ഞാൻ പോയ എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാൻ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത സമയത്ത് എന്റെ മുടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ ആരോ കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഇല്ലേ ഇങ്ങനെ ഇതേപോലെയാണ് ഞാൻ പോസ്റ്റിങ്ങിന് പോയെന്ന് പറഞ്ഞ ആരാണ്ട് കംപ്ലൈന്റ് ചെയ്തു. അത് ഞാൻ മാത്രമല്ല, ഞാനും പിന്നെ അവ്യനും ഇങ്ങനെയാണ് പോണേന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ് ചെയ്തത്. പക്ഷെ വെറുതെ ഒന്നും ചെയ്യാത്ത കാര്യത്തിന് ഞങ്ങളുടെ പേര് വലിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് വീഡിയോ എടുക്കണതും ഞങ്ങൾ പോസ്റ്റ് ചെയ്യണതും അന്വേഷിച്ച് നടക്കലാണ് കുറെ പേരുടെ പരിപാടി. അപ്പം ഇത് ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങളെ കുറ്റം പറഞ്ഞ കുറെ പേരുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഞാൻ പറയണതാണ്. സാർ ഒന്നല്ല, ഞങ്ങള് കമന്റ് പോസ്റ്റിങ്ങിന് പോണത് ഇങ്ങനെ. ഇപ്പൊ ഞാൻ ഈ പറയണത് ആർക്കാന്ന് ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആരാണ് ഇത് പറഞ്ഞതെന്നോ ഞങ്ങൾക്ക് അറിയില്ല ആരാ പറഞ്ഞതെന്നോ ഇല്ലെങ്കിൽ ഇന്ന ആളാന്ന് ഞങ്ങൾ പറയണില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്കിട്ടാണ് ഞാൻ പറയണേന്ന്. അപ്പം ഇങ്ങനെ മുടി കെട്ടി ഒന്നത്, പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു, റീലിട്ടു. കുറെ പേര് ഫോട്ടോ എടുക്കണതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സ്റ്റോറി ഇടുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിന് ഒരു ഞാൻ ഒന്നിനും ചാടി കയറി ഉണ്ടാക്കാനോ അത് പറയുന്നത് ഇത് പറയുന്നത് ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നേ എല്ലാവരും നോക്കിക്കണുള്ളൂ. എന്തോ ഒരു പേര് എന്താ പറയാ മുടിയൊക്കെ അടിച്ചത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഈ എല്ലാ പ്രശ്നങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് പോയി കാണാം. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് പോയി കണ്ടോളൂ.